ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളിന്ന് ധ്യാനിക്കുന്ന വചനം മാർക്കോസ് 4:19. ലൗകിക വ്യഗ്രത, ധനത്തിൻ്റെ ആകർഷണം, മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം വചനത്തെ ഞെരുക്കുകയും ഫലശൂന്യമാക്കുകയും ചെയ്യുന്നു. നമ്മളൊരിക്കലും ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന ഒരു കാര്യമാണ് കർത്താവ് മുൾച്ചെടികൾക്കിടയിൽ വീണ വിത്ത് എന്നാണ്. അതിനെക്കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷനാണ് കർത്താവ് പറയുന്നത്. ലൗകിക വ്യഗ്രത, ധനത്തിൻ്റെ ആകർഷണം, മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം വചനത്തെ ഞെരുക്കുന്നു, ഫലശൂന്യമാക്കുകയും ചെയ്യുന്നു. നമ്മളിപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, പ്രാർത്ഥിക്കാൻ അനേകം പേരുണ്ട്. പക്ഷെ പ്രാർത്ഥിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ലൗകിക വ്യഗ്രത നമ്മളെ അലട്ടുന്നു, അല്ലെങ്കിൽ ധനത്തിൻ്റെ ആകർഷണം, അല്ലെങ്കിൽ മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം. ഇങ്ങനെ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഇതാണ് കർത്താവ് പറയുന്നത്. നമ്മൾ അറിഞ്ഞിരിക്കണം, ഇത് നമ്മുടെ വചനത്തെ ഞെരുക്കിക്കളയും. വചനം മുളക്കില്ല, വചനം നമ്മളിൽ ഫലം ഉളവാക്കില്ല, വചനം വല്ലാതെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടും. ഇതാരും അറിയുന്നില്ല. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളും തന്നെ ചെയ്യുന്നൊരു കാര്യം, പല വിധത്തിലുള്ള കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പണ്ടൊക്കെ അങ്ങനെയല്ലായിരുന്നേ. പ്രാർത്ഥിക്കുക, ധ്യാനം കൂടുക എന്ന് പറഞ്ഞാൽ അവർ പരിശുദ്ധാത്മാവിന് വേണ്ടി മാത്രമായിരുന്നു അന്നൊക്കെ പ്രാർത്ഥിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ആ ഒരു ആത്മീയതയിൽ നിന്ന് ജനം വഴുതി പോവുകയാണ്. പ്രധാന കാരണം അവർ അറിയുന്നില്ല. ഒരു പൈശാചികമായ ഒരു അവസ്ഥ അവരിലേക്ക് കടന്നു വരുന്നത്, പ്രാർത്ഥിക്കുന്നവരിലേക്ക് കടന്നു വരുന്നത് പ്രാർത്ഥിക്കുന്നവർ അറിയുന്നില്ല. കർത്താവ് പറയാണ്, ലൗകിക വ്യഗ്രത, ധനത്തിൻ്റെ ആകർഷണം, മറ്റു വസ്തുക്കൾ വേണ്ടിയുള്ള ആഗ്രഹം വചനത്തെ ഞെരുക്കുന്നു, ഫലശൂന്യമാക്കുകയും ചെയ്യുന്നു. അതായത് വചനം നമ്മളിൽ മുളക്കില്ല, വചനം നമ്മളിൽ ഫലം പുറപ്പെടുവിക്കില്ല. കർത്താവിന് നമ്മളിൽ നിന്ന്, ഒരു വ്യക്തിയിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്, നമ്മളെ സൃഷ്ടിച്ചത് എന്തിനാണ്? സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനത്തെ രൂപീകരിക്കുന്നതിന് വേണ്ടി അവിടുന്ന് നമ്മെ സൃഷ്ടിച്ചു. അവിടുന്ന് കുരിശിൽ ബലിയർപ്പിച്ചു പോലും അതിനുവേണ്ടിയാണെന്ന് തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത്. അതിൽ നിന്നെല്ലാം നമ്മൾ വഴുതി പോവുകയാണ്. കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ 30 മേനിയും 100 മേനിയും 60 മേനിയും ഫലം പുറപ്പെടുവിക്കണം എന്നാണ്. എന്നാൽ ഒരു ഫലവും നമ്മളിൽ ഉരുവാകാതെ നമ്മൾ അങ്ങനെ തന്നെ നശിച്ചു പോകുന്ന ഒരു കാര്യമാണ് ലൗകിക വ്യഗ്രത, ധനത്തിൻ്റെ ആകർഷണം, മറ്റു വസ്തുക്കളുടെ വേണ്ടിയുള്ള ആഗ്രഹം. നമ്മൾ വിചാരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്. പക്ഷേ നമ്മളിൽ നിന്ന് ഒരു ഫലവും ഉളവാകില്ല. നമ്മൾ പരിശുദ്ധാത്മാവ് നിറയില്ല, നല്ലൊരു വ്യക്തിയാവില്ല. നമ്മളിൽ നിന്ന് ഒരു ഉപകാരമില്ലാത്തൊരു ജീവിതമായിട്ട് നമ്മൾ പോകും. എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, നോയമ്പെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയും നമ്മളിലുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, നമ്മുടെ ജീവിതത്തിൽ ഇന്ന കാര്യം നടക്കണം, മക്കളുടെ ജോലി ശരിയാവണം, കുടുംബത്തിലെ പ്രശ്നം മാറണം, അല്ലെങ്കിൽ നമ്മൾ അലട്ടുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം എപ്പോഴും നമുക്കുണ്ടാവും. അതായിരിക്കും നമ്മൾക്ക് എപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴുള്ള ആഗ്രഹം. നമ്മളിപ്പോഴും ഇങ്ങനെ വിചാരിക്കും, ആ കാര്യം ശരിയാവണം, ഈ കാര്യം ശരിയാവണം, അതിനുവേണ്ടി ആരാധിക്കും, അതിനുവേണ്ടി പ്രാർത്ഥിക്കും, അതിനുവേണ്ടി നിയോഗം വയ്ക്കും, അതിനുവേണ്ടി വചനം കേൾക്കും. പക്ഷേ കർത്താവ് പറയാണ്, വചനം നമ്മളിൽ മുളയ്ക്കില്ല, ഫലം പുറപ്പെടുവിക്കില്ല. കർത്താവ് യെശയ്യാ 59:21 പറയുന്നുണ്ട്, നിന്റെ മേലുള്ള എൻ്റെ ആത്മാവ്, നിന്നിൽ ഞാൻ നിക്ഷേപിച്ച വചനവും നിന്നിൽ നിന്നോ നിന്റെ സന്തതികളിൽ നിന്നോ അവരുടെ സന്താനങ്ങളിൽ നിന്നോ എടുത്തു മാറ്റപ്പെടുകയില്ല. യെശയ്യാ 59:21 കർത്താവ് പറയാണ്, നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്നിൽ ഞാൻ നിക്ഷേപിച്ച വചനവും നിന്നിൽ നിന്നോ നിന്റെ സന്തതികളിൽ നിന്നോ അവരുടെ സന്തതികളിൽ നിന്നോ എടുത്തു മാറ്റപ്പെടില്ല. നമ്മുടെ ജീവിതം കൊണ്ട് ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ, നമ്മളിൽ പരിശുദ്ധാത്മാവും വചനവും നിറയണം. അപ്പോൾ അത് നമ്മുടെ തലമുറകളിലേക്ക്, നമ്മൾ ഏതെല്ലാം സാഹചര്യങ്ങളിൽ ജീവിക്കുന്നു അവിടേക്ക് എല്ലാം ഈ വചനവും പരിശുദ്ധാത്മാവും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ഒരു അഭിഷേകമായിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. എല്ലാവരിലേക്ക് ഇത് പന്തലിച്ചുകൊണ്ടിരിക്കും. ദൈവരാജ്യം വികസിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഇപ്പോൾ എന്താണ്, ആയിരക്കണക്കിന് കോടിക്കണക്കിന് മക്കൾ പ്രാർത്ഥിക്കുന്നവരുണ്ട്. പക്ഷെ അവർ ശ്രദ്ധിക്കുന്നില്ല. ലൗകിക വ്യഗ്രത, ധനത്തിൻ്റെ ആകർഷണം, മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം മാത്രമാണ് അവരുടെ ജീവിതത്തിലുള്ളത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അവരുടെ മേലുള്ള വചനത്തിൻ്റെ അഭിഷേകം വിട്ടുപോകും, പരിശുദ്ധാത്മാഭിഷേകം വിട്ടുപോകും. ഇവിടെ കർത്താവ് വ്യക്തമായിട്ട് പറയാണ്, മാർക്കോസ് 4:19 പറയാണ്, ഇതാ മുള്ളുകൾക്കിടയിൽ വീണ വിത്തിനെ കുറിച്ച് കർത്താവ് പറയണേ. എന്താണ് മുള്ളുകൾക്കിടയിൽ വിത്ത് വീണാലുള്ള പ്രശ്നം? ആ വിത്ത് മുളയ്ക്കില്ല. അത് കുറച്ചങ്ങ് മുളച്ചു വരും, അത് ഞെരുങ്ങി നശിച്ചു പോകും. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ആത്മീയരുടെ എല്ലാ ജീവിതവും, അനേകം മക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അത് ദൈവരാജ്യത്തിലേക്ക് ഫലം പുറപ്പെടുവിക്കുന്ന വിധത്തിൽ ആയിത്തീരാതെ നശിച്ചു പോകുന്നു. അതുകൊണ്ടാണ് അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു നിയോഗമല്ല. എൻ്റെ ദൈവത്തെ കാണാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, എൻ്റെ ദൈവത്തിൻ്റെ അടുത്ത് ഇരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, എൻ്റെ പരിശുദ്ധാത്മാവ്
എന്നിൽ നിറയണം, ദൈവ സ്നേഹം എന്നിൽ നിറയണം. ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവസ്നേഹം നിറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്, ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. കർത്താവ് എന്തിനു വേണ്ടി നമ്മൾ സൃഷ്ടിച്ചു എന്ന് കർത്താവ് പറഞ്ഞ് പുറപ്പാട് പുസ്തകത്തിൽ മുഴുവനും മോശയോട് കർത്താവ് പറയുന്നുണ്ട്, എന്നെ ആരാധിക്കാൻ എൻ്റെ ജനത്തെ നീ കൊണ്ടുവരിക എന്നാണ്. ഒരു ക്രിസ്ത്യാനിയെ രൂപപ്പെടുത്തുമ്പോൾ കർത്താവിൻ്റെ മനസ്സിലുള്ളത് എന്നെ ആരാധിക്കാൻ. എന്നെ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെ ഒരു പൂർണ്ണ രൂപമാണ്. അതാണ് കർത്താവ് നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. അതാണ് പ്രാർത്ഥന, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെല്ലാം വഴി തെറ്റി പോവുകയാണ്. നമ്മൾ വചനം കേൾക്കുന്നു, നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നു, ജാഗരണ പ്രാർത്ഥന ചെയ്യുന്നു, ഉപവാസം എടുക്കുന്നു, എല്ലാവിധ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ മുളച്ചു വരും, അനേകം വചനങ്ങൾ മുളച്ചു വരും, അതെല്ലാം ഞെങ്ങി ഞെരുങ്ങി പോകുന്നു. ഇതാണ് നമ്മളിലെല്ലാം സംഭവിക്കുന്നത്. ഇന്ന് നമ്മളുടെ ഈ വചനം, നമ്മൾ കേട്ട വചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ കർത്താവെ, എൻ്റെ ഈ സ്വഭാവം, അതായത് ലൗകിക വ്യഗ്രതയെക്കുറിച്ച് കർത്താവ് എന്താ പറയുന്നത്? നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം. മത്തായി സുവിശേഷം 6:8, മത്തായി സുവിശേഷം 6:8, നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം. അപ്പോൾ പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്നാണ് മത്തായി സുവിശേഷം 6:32 പറയുന്നത്. ഇത് വിജാതിയരാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്, നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണ് നിങ്ങളുടെ പിതാവിനറിയാം. മത്തായി സുവിശേഷം 6:32 കർത്താവിൻ്റെ വചനം പറയുകയാണ്, നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണ് നിങ്ങളുടെ പിതാവിനറിയാം, വിജാതിയരാണ് ഇത് അന്വേഷിക്കുന്നത്. ഇന്ന് നമ്മൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുക. ഇനി ഒരിക്കലും ദൈവത്തിൻ്റെ അടുത്ത് പോകുമ്പോൾ, ആരാധനയ്ക്ക് പോകുമ്പം സ്നേഹിക്കാനായിട്ട് പോകാം, ദൈവത്തിൻ്റെ അടുത്തായിരിക്കാൻ പോകാം, ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കാൻ പോകാം. ഇപ്പോൾ നമ്മൾ വചനം കേൾക്കുന്ന ഈ നിമിഷം നമ്മുടെ മേലൊരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വരും. അതിനുവേണ്ടി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ഒന്ന് എഴുന്നേറ്റൊന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നമുക്കൊരു രോഗസൗഖ്യവും ദൈവത്തിൻ്റെ സ്പർശനവും എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ വചനത്തിലൂടെ വരും. വചനത്തിൻ്റെ സമയം വെറുതെ ഒരു സമയമല്ല, അത് നമ്മൾ ഫ്രൂട്ട്ഫുള്ളായിട്ട് ഉപയോഗിക്കണം. അത് നമ്മൾക്ക് ഈ നിമിഷം ഒന്ന് എഴുന്നേറ്റ് 5 മിനിറ്റ് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഒരു സൈലൻറ്റിൽ കർത്താവിൻ്റെ സാന്നിധ്യം അന്വേഷിക്കാം. കർത്താവ് നമ്മുടെ കൂടെ ആയിരിക്കുന്ന ഒരവസ്ഥയാണ്. വചനം ദൈവമാണ്. എൻ്റെ നാമം അനുസ്മരിക്കാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ ഇറങ്ങി വന്ന് അനുഗ്രഹിക്കുന്നു. അതിപ്പോൾ സംഭവിക്കും. അത് അനുഭവിക്കണം. നിങ്ങളുടെ രോഗങ്ങൾ മാറും, നിങ്ങളുടെ കാര്യങ്ങളിൽ കർത്താവ് ഇടപെടും. വചനത്തിലൂടെയാണ് അതെല്ലാം സംഭവിക്കുക. വെളിപാട് 3:20 വാതിൽ തുറന്നു വന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കും. ഇപ്പോൾ കർത്താവ് നിങ്ങളുടെ അകത്ത് പ്രവേശിക്കും. നിങ്ങളെ കർത്താവ് കാണും, നിങ്ങളെ കർത്താവ് സൗഖ്യപ്പെടുത്തും. ഒരു നിമിഷം നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. കാരണം ഓരോ വചനത്തിലും അതിന് ഫ്രൂട്ടുണ്ട്. ഓരോ വചനം വെറുതെയല്ല. കർത്താവ് തന്നെ പറയുന്നുണ്ട്, എൻ്റെ വചനം ആകാശത്ത് നിന്ന് മഴയും മഞ്ഞ് വരുന്നു, എൻ്റെ വചനവും ഫലപ്പുറപ്പെടുക്കാതെ പോകില്ല. ഞാൻ കണ്ടിട്ടുള്ള കാര്യം, വചനത്തിൻ്റെ സമയത്ത് ശക്തമായ രോഗശാന്തികളുണ്ടാകുന്നു. വചനത്തിൻ്റെ സമയത്ത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അനോയിൻറ്റിങ് ഉണ്ടാകുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നത് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നു. അതുകൊണ്ട് ഈ നിമിഷം നിങ്ങളെല്ലാം പ്രാർത്ഥിക്കുക, കണ്ണുകൾ അടയ്ക്കുക. പരിശുദ്ധാത്മാവെ, എന്നിൽ വരണേ എന്ന് ആഗ്രഹിക്കുക. നിങ്ങളുടെ ശരീരത്തിൽ തന്നെ നിങ്ങൾക്ക് ആ സാന്നിധ്യമൊക്കെ അനുഭവിക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ കാര്യങ്ങൾക്കൊന്നും നടക്കാൻ പ്രാർത്ഥിക്കരുത്, ഒരു വചനത്തിലും പ്രാർത്ഥിക്കരുത്. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. ആദ്യം രാജ്യനീതി അന്വേഷിക്കുക, ബാക്കിയൊക്കെ കൂട്ടിച്ചേർത്ത് കിട്ടും. അത് പ്രാർത്ഥിക്കുക. കർത്താവ് നമ്മളെ തൊടും. കർത്താവിൻ്റെ ഇഷ്ടമാണ് നമ്മളിൽ നിറവേറപ്പെടേണ്ടത്, നമ്മുടെ ഇഷ്ടമല്ല. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഇപ്പോൾ നമ്മളുടെ ഓരോ ആൾക്കാരിലുള്ള ഈശോയെ നമ്മൾക്കൊന്ന് ധ്യാനിക്കാം. യേശുവേ ഞങ്ങളെ ആശീർവദിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഈശോയെ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, യേശുവേ സ്തോത്രം. നമുക്കൊരു നിമിഷം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. അമ്മയുടെ മുലർദ്യം വഴി പ്രാർത്ഥിക്കാം. എല്ലാത്തിനും അമ്മയുടെ മുലർദ്യം വഴി നന്ദി പറയാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടളാവുന്നു. അങ്ങയുടെ ദുരത്തിനോളമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.